വിചാരധാര 2. പഴയ ഓണവിശേഷങ്ങൾ. മലയാള മണ്ണിലെ പ്രധാനപ്പെട്ട ആഘോഷമാണല്ലോ ഓണം. നാട്ടിലെമ്പാടും എന്നതുപോലെ വാഴട്ട് തറവാട്ടിലും ഓണം എൻ്റെ ഓർമ്മയിലെന്നും ഒരാഘോഷമായിരുന്നു. ഓണാഘോഷങ്ങളിൽ പ്രധാനമായി എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് പൂവിടലും പൂക്കളവും എൻ്റെ അമ്മയുമാണ്. മുറ്റത്ത് നേരെ നടവാതിൽക്കൽ വട്ടത്തിൽ മണ്ണ് മാറ്റി അതിന്മേൽ അമ്മ ചാണകം മെഴുകും. അത്തം ദിനത്തിൽ അതിരാവിലെ, എന്നിട്ട് ഒത്ത നടുവിൽ തുമ്പപ്പൂവ് ചെറിയ വട്ടത്തിലിടും. അത്രയും മാത്രമാണ് അത്തം ദിവസത്തിൽ പൂവിടൽ. പിന്നീടുള്ള ചിത്തിര, ചോതി, വിശാഖം, അനിഴം, കേട്ടം, പൂരാടം എന്നീ ദിവസങ്ങളിൽ പൂവിടൽ ക്രമേണ വിപുലപ്പെടുത്തി ഒടുവിൽ ഉത്രടനാൾ എത്തും. അന്നാണ് വിശദമായ പൂവിടൽ. ഓണപ്പൂവിടലിൻ്റെ അവസാനത്തെ ദിവസം അന്നാണ്. അന്ന് ചെറുവെളുപ്പാങ്കാലത്ത് മുതൽ അമ്മയ്ക്ക് അധ്വാനമാണ്. തലേന്ന് വൈകിട്ട് ഞാനും കൊച്ചേട്ടനും ചേർന്ന് പലയിടങ്ങളിൽ ചെന്ന് വിവിധയിനം പൂക്കൾ ശേഖരിച്ചു കൊണ്ടുവരും. വീട്ടിൽ പലതരം ചെമ്പരത്തിയുണ്ട്. കോളാമ്പി, മംഗളാവി, ചെത്തി, കദളി, തുമ്പയും ശംഖുപുഷ്പം തുടങ്ങിയവയാണ് ഞങ്ങൾ വെളിയിൽ നിന്ന് കൊണ്ടുവരാറ്. ഉത്രടത്തലേന്ന് പൂരാട ദിവസം തന്നെ പൂവിടലിൻ്റെ ഷേപ്പ് അമ്മ മാറ്റിയിരിക്കും. അതായത് വട്ടത്തിൽ ഇടുന്നതിന് പകരം പൂപ്പടയുണ്ടാക്കും. പൂപ്പടയുടെ ചുവടിന് 2 അടി വ്യാസം കാണും. മേൽപോട്ട് വരുമ്പോൾ ശോഷിച്ച് കഴുത്ത് ഭാഗം അല്പം പതിഞ്ഞ് ശിരോഭാഗം ഉദ്ദേശം 4 ഇഞ്ച് പരന്ന്. പൂപ്പടയിൽ വൃത്തിയായി ചാണകം മെഴുകി കൈകൊണ്ട് മിനുസപ്പെടുത്തും. അമ്മയ്ക്ക് നല്ല കലാവാസനയുണ്ട്. ചിത്രത്തിൽ കാണുന്നത് പോലെ പലതരം പൂക്കൾ വരിയിൽ ഭംഗിയായി പൂപ്പടയുടെ മേൽ നിരത്തും. താഴത്തെ വരിയിൽ വലിയ ചെമ്പരത്തി ഇതളർത്തി ഒട്ടിച്ച് അതിന് ചുറ്റും തുമ്പപ്പൂവ് കൊണ്ട് കാശിതാലി ചാർത്തും. അത് കാണാൻ എന്ത് രസമാണെന്നോ. പൂപ്പടയിൽ എടുത്തു നിൽക്കുന്ന പ്രധാന ആകർഷണം അതുതന്നെ. ഇത് അമ്മയുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഇതിന് ശേഷം ക്രമേണ മേൽപോട്ട് ചെറിയ പൂക്കൾ വിവിധ നിറങ്ങളിൽ ഒട്ടിച്ചു വയ്ക്കും. ഏറ്റവും മുകളിൽ തുമ്പപ്പൂ കൂട്ടിവെച്ച് കൊണ്ടുള്ള മുടി. ഇതിൻ്റെ ഒത്ത മധ്യത്തിലാണ് ചെണ്ട് കുത്തുന്നത്. കമുകൻ വാരി കനം കുറച്ച് കൂർപ്പിച്ച് അതിന്മേൽ വാഴക്കൂമ്പ് കുത്തി നിർത്തി അതിൻ്റെ മുകളിൽ ഈർക്കിലിയിൽ കോർത്ത പൂക്കൾ. ഇതാണ് ചെണ്ട. ഇത്രയുമാണ് പൂരാട ദിവസത്തെ അലങ്കാരം. പിറ്റേന്ന് ഉത്രടത്തിനാണ് പൂവിടൽ പ്രധാനം. അന്ന് മേൽ വിവരിച്ചതെല്ലാം കുറെ കൂടെ കേമമായി ഭംഗിയായി പഴയതെല്ലാം തൂത്തുകളഞ്ഞിട്ട് വയ്ക്കും. ചെടിന്മേലുള്ള പൂക്കളും കൂടുതൽ ആകർഷകമായിരിക്കും. അന്നത്തെ പൂക്കളം ഏറ്റവും ഭംഗിയായിരിക്കണം. അമ്മയുടെ സർവ്വ കഴിയും പ്രയോഗിച്ചിരിക്കും അന്ന്. പൂവിടുന്നതിന് വേണ്ടി പൂപ്പടയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു കൊരണ്ടിയിടും. അതിന്മേൽ കിഴക്കോട്ട് തിരിഞ്ഞിരുന്നാണ് അമ്മ പൂവിടുന്നത്. അത്തം മുതൽ ഉത്രാടം വരെ നാളുകളിൽ അമ്മ അടുക്കളയിൽ കയറുകയില്ല. പൂവിടലിലാണ് പൂർണ്ണ ശ്രദ്ധ. അടുക്കളക്കാര്യം ഇച്ഛയെ നോക്കിക്കൊള്ളും. കൂടാതെ അമ്മയുടെ ചില കസിൻസും ഉണ്ടാകും പാചകത്തിന് സഹായിക്കാൻ. അന്നൊക്കെ ഉത്രടം നാൾ മുതൽ ഉത്രട്ടാതി വരെ സദ്യ കേമമാകുമല്ലോ.